എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്ന് രണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അത്യാവശ്യം കുറച്ച് വ്യൂവേഴ്സും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി. അപ്പോൾ വീണ്ടും കൂടി ചെയ്യാനൊരു പൂതി. അതുപോലെ എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ ആവശ്യമായിട്ട് വന്നു പറഞ്ഞാൽ ഞാൻ ആക്ഷൻ ക്യാമറ, അതേമാതിരി ആക്ഷൻ ക്യാമറ വിത്ത് ബ്ലോഗിങ് ക്യാമറയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ആക്ഷൻ ക്യാമറ വിത്ത് ബ്ലോഗിങ് ക്യാമറ ഞാൻ നോക്കി കുറേ വീഡിയോസ് കാര്യങ്ങൾ അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിയതിന് ശേഷം റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവസാനം ഞാൻ വന്ന് പറ്റത് രണ്ട് ചോയ്സിലാണ്. ഒന്ന് DJI ഓസ്മോ ആക്ഷൻ ക്യാമറ, അതുപോലെ ഗോപ്രോൻ്റെ Hero 7 ബ്ലാക്ക് എന്നത് രണ്ട് മോഡലിലാണ് ഞാൻ വന്ന് പെട്ടത് അവസാനം. അപ്പോൾ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ DJI ഓസ്മോക്കാണ്. മുന്നിലൊരു LCD കണ്ടിരുന്ന് നമുക്ക് ബ്ലോഗ് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് സംസാരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ DJI ഓസ്മോ മാത്രമേ ഉള്ളൂ. ഗോപ്രോ ആക്ഷൻ ക്യാമറ Hero 7 ബ്ലാക്കിൽ വരുന്നത് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇത് സ്പോർട്ടി ആയിട്ടില്ല, അതായത് സ്പോർട്സ് പരമായി അതിൽ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബ്ലോഗും ചെയ്യാം, നമുക്ക് ഇത് രണ്ടും ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് DJI ഓസ്മോ ആണ്. അപ്പോൾ DJI ഓസ്മോ ഞാൻ ക്യാമറ വാങ്ങി. ഇതാണ് ബോക്സ്. DJI ഓസ്മോ ആണ്. ഇത് വാട്ടർ പ്രൂഫാണ് സാധനം. ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു ഇതിലിട്ടുണ്ട്, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം. വാങ്ങിച്ചു എന്ന് മാത്രമല്ല, അതിന് ഞാൻ വേറൊരു മെമ്മറി കാർഡ് വാങ്ങി. സാധാ ഒരു ക്ലാസ് 6 മെമ്മറി കാർഡ്. ആ 6 മെമ്മറി കാർഡ് പറഞ്ഞാൽ ഷട്ടർ സ്പീഡ് കുറവാണ്. അതേമാതിരി ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്ത വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, കാരണം എന്താ വെച്ചാൽ മെമ്മറി കാർഡ് സ്ലോ പറഞ്ഞാണ്ട് ഒരു എറർ വരികയാണ്. അപ്പോൾ മെമ്മറി കാർഡ് കൂടി ആവശ്യമായിട്ട് വന്നു. മെമ്മറി കാർഡ് വാങ്ങേണ്ടി വന്നു. മെമ്മറി കാർഡ് വാങ്ങിയത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയത് മെമ്മറി കാർഡ്. അതിന് കൂടെ ഒരു അഡാപ്റ്റർ കിട്ടിയിരുന്നു. ഒരു 700-750 രൂപ വന്നു. ഇതല്ലേ, ഇത് 95 MB/s ഇത് സ്പീഡാണ്. ഇതിൻ്റെ സ്പീഡ് ഇതാണ്. ക്ലാസ് 10 ആണ്. ഫുൾ HD ഫുൾ റെക്കോർഡിംഗ് ആണ്. 32 GB ആണ് ഞാൻ വാങ്ങിയത്. ഞാൻ 64 GB ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ 64 GB ആ ഷോപ്പിലില്ലായിരുന്നു. അതുകൊണ്ട് 64 GB എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മെമ്മറി കാർഡ് വാങ്ങിച്ചു, അതുപോലെ ക്യാമറ വാങ്ങിച്ചു. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഞാൻ ഈ ഒരു ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഫേസ് ഓപ്പൺ ഹെൽമെറ്റാണ്. അപ്പോൾ ഫേസ് ഓപ്പൺ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ. ക്യാമറ വെക്കാൻ ഏകദേശം തലൻ്റെ ഈ ഭാഗത്ത് വെക്കാൻ കഴിയും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗിങ് ചെയ്യാനൊക്കെ ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു 3-3.5 കൊല്ലത്തോളമായി. അപ്പോൾ ഇതൊന്ന് മാറ്റി ചേഞ്ച് ചെയ്യാനൊരു താല്പര്യം. അപ്പോൾ ഇത് വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും അറിയപ്പെടേണ്ട സാധനമാണ്. ഞാൻ അപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് കേട്ടോ. നല്ലൊരു ഹെൽമെറ്റാണ് ഞാൻ അതിൽ ഉപയോഗിച്ചത്. ഫുൾ ഫേസ് ഓപ്പണാണ്, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വെക്കേണ്ടത്, ക്യാമറ വെക്കേണ്ടത് ഈ ഒരു ചിമ്മിൻ്റെ ഭാഗത്തേക്കാണ് എനിക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹെൽമെറ്റും എന്തായാലും നടക്കില്ല. അത് മാത്രമല്ല, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മൈക്ക വേണ്ടി വരും. എക്സ്റ്റേണൽ മൈക്ക കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. DJI ഓസ്മോൻ്റെ C-type അഡാപ്റ്ററിൽ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പം അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അത് മാത്രമല്ല, എനിക്ക് അങ്ങനത്തെ കംഫർട്ട് തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ഹെൽമെറ്റ് വാങ്ങേണ്ടി വന്നു. ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചു. ഇതാണ് സ്പീഡിൻ്റെ എയർ വൺ രണ്ട് മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റാണ്. അതുകൊണ്ട് ഇത് ഇവിടെയാണ് നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ച സ്ഥലം. എനിക്ക് വെക്കാൻ കംഫർട്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ്. എയർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റാണ്. ഇതിന് ഏകദേശം ഒരു 1,900 റേറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെൽമെറ്റാണ്. കണ്ടല്ലേ, ഇവിടെ ഒരു എയർ വിൻഡോ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു എയർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വരുന്നുണ്ട്. ബാക്കൂടെ കാറ്റ് ഉള്ളിൽ കയറി ബാക്കൂടെ പോകാൻ. പിന്നെ അതുപോലെ സംസാരിക്കാനും ഇതിൽ കൂടെ ഇവിടെ ഒരു എയർ വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഹെൽമെറ്റും കുഴപ്പമില്ല. ബ്ലാക്ക് ഗ്ലാസ് ആണ്. നമ്മൾ ഉച്ചക്കൊക്കെ പോകുമ്പം അത്യാവശ്യമായിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, നല്ല അടിപൊളി കംഫർട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചെറിയ സ്വിച്ച് വരുന്നുണ്ട്. ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ, ഈ സ്വിച്ച് രണ്ടു ഭാഗത്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിക്ക് താഴൂല. അങ്ങനെ സുഖം കൂടി ഉണ്ട്. അപ്പോൾ ഒക്കെപാട് കൂടിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ല. ഹെൽമെറ്റ് പക്കയാണ്. ഹെൽമെറ്റിന്മേ ഇന്ന് എങ്ങനെ ഒരു ആക്ഷൻ ക്യാമറ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഈ ഭാഗത്താണ് വെക്കേണ്ടത്. അതിന് ഈ നമ്മളെ ഈ ബോക്സിനകത്ത് തന്നെ
രണ്ട് മൗണ്ടുകൾ വരുന്നുണ്ട്. ഒന്ന് ഇവിടെ വെക്കാനുള്ളതും അതുപോലെ ഒന്ന് ഇവിടെ ഈ ചിന്നിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വെക്കാനുള്ളതും. അപ്പം നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. അത് വെക്കാനുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിന് വേണ്ടിയ സാധനങ്ങൾ MC-യിൽ 10 രൂപേൻ്റെ ഒരു MC-യിൽ 10 രൂപയാണ് ഈ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ കിട്ടും. 10 രൂപേൻ്റെ ഒരു MC-യിൽ വേണം. MC-യിൽ മാത്രമായി. ഇതാണ് നമ്മളെ DJ ഓസ്മോ ആക്ഷൻ ക്യാമറിൻ്റെ ബോക്സ്. ഞാൻ ഓൾറെഡി തുറന്നതാണ്, ഞാൻ ഒന്നുകൂടി തുറന്ന് കാട്ടിത്തരാം. ഇങ്ങനെയാണ്, ഇതാണ് ക്യാമറ. DJ ഓസ്മോ ആക്ഷൻ അറിയുന്ന ക്യാമറ ഇതാണ്. അതിനകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ ടൂള് കാര്യങ്ങൾ ഒക്കെ ഉള്ളൊരു ബോക്സ്. ഇതിലാണ് നമ്മളെ മൗണ്ട്, അതുപോലെ ഈ സ്റ്റിക്ക് വെക്കാനുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്. 2 മൗണ്ടുകളാണ് ഇതിനകത്തുള്ളത്. ഒരു മൗണ്ട് ഇതാണ്, നമ്മളെ ചിൻ മൗണ്ട് പറയുന്ന മൗണ്ട് ഇതാണ്. അതുപോലെ ഇത് ഹെഡ്, അതായത് തലൻ്റെ മേലെ വെക്കുന്ന ടൈപ്പാണത്. ഇതിൻ്റെ ഒരു ഒറ്റ ക്യാമറ വെക്കാനുള്ളൊരു ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിങ്ങനെ ലോക്കിംഗ് സിസ്റ്റമാണ്. തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കാവും. ഇപ്പുറത്ത് ഉൾട്ട തിരിച്ചു കഴിഞ്ഞാൽ അൺലോക്ക് ആവുകയും ചെയ്യും. ആ ലോക്ക് തന്നെ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് അതിൻ്റെ കൂടെ വരുന്നൊരു സ്ക്രൂ ടൈറ്റാക്കി കല്ലാണ്. ജസ്റ്റ് ക്യാമറ വെച്ചൊന്ന് കാണിച്ചു തരാം. ഉള്ളിട്ടാണ് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ സ്ട്രോങ് ആയി അവിടെ നിൽക്കും. ഒരു പ്രശ്നമില്ല, ആട്ടോളക്കൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ ആക്ഷൻ ക്യാമറ എന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യം അഡ്വഞ്ചർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നോക്കണവർക്കാണ് ഈ ആക്ഷൻ ക്യാമറ പോലും ചൂസ് ചെയ്യാൻ തന്നെ. ഈ മൗണ്ടാണ് നമുക്ക് വെക്കേണ്ട സാധനം. ഹെൽമെറ്റിൻ്റെ മേലെ വെക്കേണ്ട മൗണ്ട് ഇതാണ്. ക്യാമറ ജസ്റ്റ് എടുത്താണൊന്ന് ട്രയൽ നോക്കുക. എങ്ങനെയുണ്ട് സാധനം വെച്ചിട്ട്, കുറച്ച് മതിയോ, MC-യിൽ കുറച്ച് മതിയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ഇട്ട് നോക്കുകയാണ്. ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണിത്. വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹെൽമെറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. ഹെൽമെറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് അടി ലേസ് സ്ലോപ്പായിട്ടാണ് വരുന്നത്. അവിടെ സ്ട്രൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല. നമ്മളത് അടി ലേസ് സ്ലോപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് MC-യിൽ കുറച്ച് തോന അധികം ഇട്ട് കൊടുക്കേണ്ടി വരും. ഏകദേശം ഈ ഒരു ഇതുണ്ട്, എൻ്റെ ഈ കൈ നിൽക്കണ ഈ ഒരു കനത്തിൽ ലേശം കൂടി ഹൈറ്റിലിട്ട് കൊടുക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ചത്ര ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റിയിലോട്ട് പിടിക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ബൈക്കുമേലാണ് പോകണമെങ്കിൽ ബൈക്കിൻ്റെ ടാങ്ക് മാത്രമേ കവർ ചെയ്യാൻ കഴിയുള്ളൂ. ഏകദേശം ഈ ഒരു ലെവലിൽ ചെയ്യണം. അതിനനുസരിച്ച് കട്ടിയിൽ MC-യിൽ ഇട്ട് കൊടുക്കണം. അത്യാവശ്യം കട്ടിയിലിട്ടുകൊണ്ട് ആ MC-യിൽ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഫുള്ള് എടുക്കുമ്പോൾ MC-ൻ്റെ പാക്കറ്റ് പൊളിക്കുമ്പോൾ തന്നെ 2 ഐറ്റായിട്ടാണ് ഉണ്ടാകുക. ഒരു പച്ചയും അതുപോലെ ഒരു ചെറിയൊരു ബ്ലാക്കുള്ളതും. നന്നായിട്ട് മിക്സ് ചെയ്യാം. MC-യിൽ ഒരു 10-15 മിനിറ്റോളം അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ ആ 2 നിറം പോയിട്ട് ഈ ഒരു നിറത്തിൽ വരും, ഈ ചാര നിറത്തിൽ വരും. ചാര നിറത്തിൽ ആകുമ്പോൾ ചെറിയ കൈ ജസ്റ്റ് ഒന്ന് ചൂടാവുകയൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് MC-യിൽ സെറ്റ് ആവുകയാണ്, ആ മിക്സ് ചെയ്ത് കണ്ട് സെറ്റ് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് കൈ ഒന്ന് ചൂടാവും. വല്ല പൊള്ളാനുള്ള ചൂടൊന്നും ഉണ്ടാവും, ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ. ഈ ഒരു നിറം ആയി കഴിഞ്ഞാൽ മിക്സിങ് നിർത്തുക. നമ്മളെ മൗണ്ടും അതുപോലെ തന്നെ ഹെൽമെറ്റും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. അതായത് എത്ര ഹൈറ്റിൽ നമുക്കിത് പൊന്തിക്കണം നോക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എൻ്റെ ഹെൽമെറ്റ് ലേശം സ്ലോപ്പാണ്, അടി ലേശം സ്ലോപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. MC-യിൽ അത്രയും കട്ടിയിൽ എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. മേലെ കുറച്ച് പൊന്തിയിട്ട് താഴെ ലേശം താന്നിട്ട് വേണം. അപ്പോൾ എന്താ വെച്ചാൽ അത്ര കട്ടിയിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു എയർ വിൻഡോ ഉണ്ട്, ആ വിൻഡോൻ്റെ സ്വിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. ആ എയർ വിൻഡോൻ്റെ സ്വിച്ച് അത് MC-യിൽ ഉള്ളിൽ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം അതും ശ്രദ്ധിക്കുക. എൻ്റെ പുതിയ ഹെൽമെറ്റ് ആയത് എല്ലാം ചളിയും പൊടിയൊന്നുമില്ല. ചളിയും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിന്നറൊക്കെ ഇട്ടൊന്ന് തുടക്കേണ്ടി വരും. ചളിയും പൊടിയൊക്കെ കളയണം. അപ്പോൾ അതൊക്കെ MC-യിൽ എടുത്തുകൊണ്ട് ലേസേജ് എടുത്തുകൊണ്ട് സെറ്റാക്കി കൊടുക്കുക. ഹെൽമെറ്റിൻ്റെ നമ്മളാ ചിന്നിൻ്റെ, അതായത് ഹെൽമെറ്റ് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഭാഗത്ത് ഇതേമാതിരി ഇങ്ങനെ ലേസേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഏകദേശം നമ്മളെ MC-ൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കറക്റ്റ് സെൻറ്റർ നോക്കിയാണ്ട് ക്യാമറ പതുക്കെ വെച്ചാണ്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയാണ്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ 3mm സ്റ്റിക്കർ ഊരാതെയാണ് ഒട്ടിക്കണത്. ഊരികാണ്ട് ഒട്ടിക്കണവരുണ്ട്, ഊരാതെ ഒട്ടിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. ഞാൻ ഊരാതെയാണ് ഒട്ടിക്കണത്. ഇനിയൊന്നുമില്ല, ഇനിയൊരു 2 മണിക്കൂർ ഇത് MC-യിൽ സെറ്റാണ്, ഹെൽമെറ്റ് വഴി സെറ്റാണ് ടൈം എടുക്കും. ആ ടൈം നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കണം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളമായി. 2.5 മണിക്കൂറോളമായി ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ചെയ്തിട്ട്. ഇതാ അല്ലേ, സ്ട്രോങ് ആണ് സാധനം. നമുക്ക് നമ്മളെ ഹെൽമെറ്റ് നമ്മളെ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടോ നോക്കാം. ഈ സ്ക്രൂ ഇട്ട് കൊടുക്കണുണ്ടോ? സ്ക്രൂ ഇട്ട് കൊടുക്കാഞ്ഞാൽ അവിടെ നിൽക്കൂല. സ്ട്രോങ് ആണ് സ്ക്രൂ. കാര്യങ്ങളൊക്കെ ഇവർ ഈ കമ്പനി സാധനം അടിപൊളിയാണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കും അവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ മൗണ്ട് ചെയ്തേക്കുന്ന രൂപം. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് പോയി കണ്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് തല വെച്ചു, വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടിയിൽ ഒന്ന് കയറി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കാമല്ലോ. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ക്ലിയർ ഉണ്ട് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള മൗണ്ടിൽ നിന്നുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ടോക്ക് ആൻഡ് റൈഡ്. സൈനിങ് ഓഫ് അസ്മിൻ ഷാസ്.